ഗുഡ് മോർണിംഗ്. ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിനെ കുറിച്ചാണ് പഠിച്ചത്. നമുക്കിന്ന് പ്രസൻറ്റ് കണ്ടിന്യൂസ് നോക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ്, ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, പ്രസൻറ്റ് പ്രോഗ്രസീവ് എന്നും പറയും. പ്രസൻറ്റ് പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാലും പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ പ്രസൻറ്റ് കണ്ടിന്യൂസ്? കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഒരു പ്രവൃത്തി കണ്ടിന്യൂ ചെയ്യാൻ, നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുകയാണ്. ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ദാറ്റ് ഈസ് ആൻ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എക്സ്പ്രസ്സസ് ആൻ ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ. ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഇതിൻ്റെ ഫോം ഓഫ് വെർബ്, പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം ഓഫ് വെർബ് എന്ന് പറയുന്നതാണ് ആം, ഈസ്, ആർ പ്ലസ് ING പാർട്ടിസിപ്പിൾ. എന്താണ്? ആം, ഈസ്, ആർ പ്ലസ് ING പാർട്ടിസിപ്പിൾ വരുന്നതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുക. എപ്പോഴൊക്കെയാണ് ഇതൊക്കെ ചേർക്കുക? ഐ, വെൻ ഐ ഈസ് ദ സബ്ജക്റ്റ്, ഐ സബ്ജക്റ്റ് ആയാൽ വി ക്യാൻ യൂസ് ആം. സിംഗുലർ സബ്ജക്റ്റ്, സിംഗുലർ ആണ് വരുന്നതെങ്കിൽ ഈസ്. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ആർ. സിംഗുലർ ദാറ്റ് ഈസ് ഏകവചനം വന്നാൽ ഈസ് ചേർക്കും. പ്ലൂറൽ ബഹുവചനം വന്നാൽ നമ്മൾ ആർ ചേർക്കും. അങ്ങനെ ആം, ഈസ്, ആർ പ്ലസ് ING പാർട്ടിസിപ്പിൾ ആണ് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം ഓഫ് വെർബ് എന്ന് പറയുക. ഇതിലുണ്ട് നിങ്ങൾ നേരത്തെ പഠിച്ചതുപോലെയുള്ള ടൈം വേർഡ്സ് പ്രസൻറ്റ് കണ്ടിന്യൂസിനുണ്ട്. ഏതൊക്കെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ടൈം വേർഡ്സ് എന്ന് പറയുക? ഇതിൻ്റെ ടൈം വേർഡ്സ് ആണ് നൗ, at present, at the moment, today. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസിനെ കാണാനുള്ള ടൈം വേർഡ് ആണ്. ഏതൊക്കെ? നൗ, അറ്റ് പ്രസൻറ്റ്, അറ്റ് ദ മൊമെൻറ്റ്, ടുഡേ. നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, we read English now. We read English now. ഇത് നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ നോക്കിയേ, ഇതിൽ വന്നിട്ടുള്ള ടൈം വേർഡ് ഏതാ? യെസ്, നൗ. നൗ വരുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസിലായിരിക്കണം. ഇനി ഇതിലെ സബ്ജക്റ്റ് നോക്കി, ദാറ്റ് ഈസ് വി. വി എന്ന് പറയും മോർ ദാൻ വൺ, ഒന്നിലധികം ഉണ്ട്, ദാറ്റ് ഈസ് പ്ലൂറൽ. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ആവുമ്പോൾ നമ്മൾ ചേർക്കേണ്ടത് ഏതാ? ആർ. അപ്പോൾ വി ആർ റീഡിങ് ഇംഗ്ലീഷ് നൗ. വി ആർ റീഡിങ് ഇംഗ്ലീഷ് നൗ. അപ്പോൾ വി റീഡ് ഇംഗ്ലീഷ് നൗ എന്നുള്ളത് കറക്റ്റ് ചെയ്തപ്പോൾ വി ആർ റീഡിങ് ഇംഗ്ലീഷ് നൗ എന്നായി മാറി. വേറെ നോക്കാം.
ഹി കുക്ക് അറ്റ് പ്രസൻറ്റ്. ഹി കുക്ക് അറ്റ് പ്രസൻറ്റ്. ഓക്കെ, ഇതിലെ ടൈം വേർഡ് ഏതാ? ഇതിൽ വന്നിരിക്കുന്ന ടൈം വേർഡ് അറ്റ് പ്രസൻ്റ് ആണ്. അറ്റ് പ്രസൻറ്റ് എന്ന് പറയുന്നതും പ്രസൻറ്റ് കണ്ടിന്യൂസ് തന്നെ വരുന്നതാണ്. ഇതിലെ സബ്ജക്റ്റോ ഹി, ദാറ്റ് ഈസ് സിംഗുലർ. വെൻ സിംഗുലർ സബ്ജക്റ്റ് കംസ് വി ക്യാൻ യൂസ് ഈസ്. അപ്പോൾ എന്തായിട്ട് മാറുന്നു? ഹി ഈസ് കുക്കിംഗ്. ഹി കുക്ക് എന്നുള്ളത് ഹി ഈസ് കുക്കിംഗ് അറ്റ് പ്രസൻറ്റ്. ഹി ഈസ് കുക്കിംഗ് അറ്റ് പ്രസൻറ്റ്. വേറെ നോക്കാം. ഐ വാച്ച് ടി വി നൗ. നമ്മൾ പറഞ്ഞു നൗ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. സബ്ജക്റ്റോ ഐ. ഐ വന്നാൽ അതെ നമ്മൾ ചേർക്കേണ്ടത് ഏതാണ്? ആം. ഐ ആം വാച്ചിങ് ടി വി നൗ. ഐ ആം വാച്ചിങ് ടി വി നൗ. നമ്മൾ പറഞ്ഞു പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം ഓഫ് വെർബ് എന്ന് പറയുന്നത് ആം, ഈസ്, ആർ പ്ലസ് ഐ എൻ ജി പാർട്ടിസിപ്പിൾ. അതിൻ്റെ ടൈം വേർഡ്സ് എന്ന് പറയുന്നതാണ് നൗ, അറ്റ് പ്രസൻറ്റ്, അറ്റ് ദ മൊമെൻറ്റ്, ടുഡേ എന്നുള്ളത്. ഇനി നമുക്ക് പ്രസൻറ്റിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഏത്? പ്രസൻറ്റ് പെർഫെക്റ്റ്. അത് നമുക്ക് നോക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. വാട്ട് ഈസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്? പറയാൻ പറ്റുമോ? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എപ്പോഴാണ് ഉപയോഗിക്കുക? ആർക്കാ പറയാൻ പറ്റുക? യെസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് tense is used to express an action is just completed or not. An action is just completed or not എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അല്ലെങ്കിൽ പൂർത്തിയായിട്ടില്ല എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടില്ല. ആൻ ആക്ഷൻ ഈസ് കംപ്ലീറ്റഡ് ഓർ നോട്ട്. ഒരു പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട് അല്ലെങ്കിൽ പൂർത്തിയായിട്ടില്ല എന്ന് കാണിക്കുന്നതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുക. ഇതിൻ്റെ ഫോം ഓഫ് വെർബ് ശ്രദ്ധിക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഫോം ഓഫ് വെർബ് എന്ന് പറയുന്നത് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് വെർബാണ്. V3 ഫോം ഓഫ് വെർബ്. ഏതാ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഫോം ഓഫ് വെർബ്? has or have plus V3. You have studied already. All verbs have 3 forms. എല്ലാ ക്രിയകൾക്കും എന്തുണ്ട്? 3 രൂപങ്ങളുണ്ട്. V1, V2 and V3. പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ has or have plus V3 ആണ്. എപ്പോഴാണ് നമ്മൾ has ഉപയോഗിക്കുക? has വിത്ത് singular subjects. has with singular subjects. have with I and plural. with I and plural. I വന്നാലും I have എന്ന് പറയുക. അതുപോലെ പ്ലൂറൽ സബ്ജക്റ്റ് വന്നാലും നമ്മൾ എന്ത് ചേർക്കും? have ചേർക്കും. അപ്പോൾ has with singular subjects, have with I and plural.
ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുക. നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. എല്ലാ ക്രിയകളുടെയും V3 അഥവാ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുക. ഓൾ വെർബ്സ് ഹാവ് 2 പാർട്ടിസിപ്പിൾസ്, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് V3 ഫോം എന്ന് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് ഈ ക്രിയകളുടെ V3 ഫോം ഉണ്ടാക്കുക? ദർ ഈസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഫോർ മേക്കിംഗ് V3. അപ്പോൾ V3 അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാക്കാൻ കൃത്യമായിട്ടുള്ള റൂൾസ് ഇല്ല, നിങ്ങൾക്കറിയാം. എങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ദർ ആർ 2 kinds of verbs. വാട്ട് ആർ ദേ? റെഗുലർ verbs and irregular verbs. There are 2 types of verbs or 2 kinds of verbs. First one, regular verbs. Second one, irregular verbs. ഏതാണ് റെഗുലർ വെർബ് എന്ന് പറയുന്നത്? റെഗുലർ വെർബ്സ് എന്ന് പറയുന്നത് we can add D or ED with the root or V1. അപ്പോൾ V1-നോട് ഡിയോ ഇഡിയോ ചേർത്ത് V2 ഉണ്ടാക്കുന്ന ക്രിയകളെയാണ് നമ്മൾ റെഗുലർ വെർബുകൾ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ V1, V2 ആൻഡ് V3. വർക്ക്, ദാറ്റ് ഈസ് ബേസ് ഫോർ ദാറ്റ് ഈസ് V1. ഈ വർക്കിനോട് കൂടി ഡി ഓർ ഇ ഡി, വർക്ക്ഡ്, അതിനോടുകൂടി ഡിയോ ഇ ഡിയോ ചേർക്കുമ്പോൾ V2 കിട്ടുന്ന ക്രിയകളാണ് റെഗുലർ വെർബ് എന്ന് പറയുക. അങ്ങനെ കിട്ടുന്ന V2 V3 ഒന്ന് തന്നെയായിരിക്കും. ഇപ്പോൾ റെഗുലർ വെർബ്സിൻ്റെ V2-ഉം V3-യും സെയിം ആവും. അപ്പോൾ റെഗുലർ വെർബ്സ് എന്ന് പറഞ്ഞാൽ ഏതാ? ആഡ് ഡി ഓർ ഇ ഡി ടു ഫോം V2. അപ്പോൾ V2 ഫോം ഉണ്ടാക്കാൻ ഡിയോ ഇ ഡിയോ ചേർക്കുന്ന ക്രിയകളെയാണെന്ത് പേര് പറയുക? റെഗുലർ വെർബ്സ് എന്ന് പറയുക. മറ്റൊരു റെഗുലർ വെർബ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? വർക്കല്ലാതെ ഇഷ്ടംപോലെ പറയാൻ പറ്റുമല്ലോ, ഇല്ലേ? യെസ്, ജമ്പ്. എന്താ ജമ്പിൻ്റെ V2? ജമ്പ്. V3-യും ജമ്പ്ഡാണ്. കുക്ക്, കുക്ക്ഡ്, കുക്ക്ഡ്. അപ്പോൾ ഇംഗ്ലീഷിൽ ഏറ്റവും അധികം വരുന്ന റെഗുലർ വെർബ്സാണ്. അപ്പോൾ റെഗുലർ വെർബുകളുടെ V2-ഉം V3-യും സെയിം ആണ്. ഇറഗുലർ വെർബ്സ് നോക്കാം. there are 2 kinds of irregular verbs. ഇറഗുലർ വെർബ് തന്നെ 2 തരമുണ്ട്. അത് ഏതൊക്കെയാ? ഒന്ന് V1, V2, V3. ഇത് മൂന്നും ഒന്ന് തന്നെയുള്ളത്. V3 ആർ സെയിം. 3 രൂപങ്ങളും ഒന്നായിട്ടുള്ള വാക്കുകളെ ഇറഗുലർ വെർബ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, കട്ട്. പിന്നെ V2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കട്ട്, കട്ട്. പുട്ട്, പുട്ട്, പുട്ട്. ഷട്ട്, ഷട്ട്, ഷട്ട്. അപ്പോൾ V1, V2, V3 ആർ സെയിം. V1-ഉം V2-ഉം V3-യും സെയിം ആയിട്ടുള്ള ക്രിയകളെ എന്ത് പേര് പറയും? ഇറഗുലർ വെർബ്സ് എന്ന് പറയും. ഇതുപോലെ ഇറഗുലർ വെർബുകൾ ഒരു ടൈപ്പ് കൂടിയുണ്ട്. അത്
V1, V2, V3 are different form. വ്യത്യസ്തമായിട്ടുള്ള V1, V2, V3 വരുന്ന ക്രിയകളുണ്ട്. അതിനെ ഇറഗുലർ എന്നാണ് പറയുക. ഫോർ എക്സാമ്പിൾ സി അങ്ങനെ V2 സോ, V3 seen, see, saw, seen. Go, went, gone. Write, wrote, written, etc. For V1, V2, V3 all forms are different. ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഇറഗുലർ വെർബ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണ്. ഒന്ന് V1, V2, V3 ആർ സെയിം, ഒരേപോലെയുള്ളതുണ്ട്. മറ്റൊന്ന് V1, V2, V3 ആർ ഡിഫറെൻറ്റ്, മൂന്നും വ്യത്യസ്തമായിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു there are two types of verbs, regular and irregular. അപ്പോൾ റെഗുലർ വെർബുകളാകുമ്പോൾ we can make V3 by adding D or ED to V1. V1നോട് DO EDO ചേർക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? V3 കിട്ടും. അതിന് V2ഉം V3യും സെയിം ആയിരിക്കും. ഇവിടെ നമുക്ക് സംശയം വരുന്നത് എപ്പോഴും V1, V2, V3 ഡിഫറൻ്റ് ആയിട്ടുള്ള ക്രിയകളാണ്. ഇതിൻ്റെ V3 ഉണ്ടാക്കാൻ നേരത്തെ പറഞ്ഞു ദർ ഈസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ, കൃത്യമായ നിയമങ്ങളൊന്നുമില്ല. എങ്കിലും നമ്മൾ റഫായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇഫ് എ വെർബ് ഈസ് എൻഡിങ് വിത്ത് ഈയിൽ അവസാനിക്കുന്ന ഒരു ക്രിയ എന്ന് വിചാരിക്കുക. അപ്പോൾ സി, ഇതിൻ്റെ V3 കിട്ടാൻ ഇതിനോടുകൂടി എൻ ചേർക്കുക. അപ്പോൾ എന്തായിട്ട് മാറുന്നു? സീനാകും. സി, സോ, സി. അതുപോലെ ഓ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന ക്രിയ ഉണ്ടാവും, ഗോ പോലെ. നമുക്ക് ഇതിൻ്റെ V3 ഉണ്ടാക്കാൻ എന്നി ചേർക്കുക. ഇപ്പോൾ ഗോ, വെൻറ്റ്, ഗോൺ. അപ്പോൾ ഈയിൽ അവസാനിച്ചാൽ എൻ ചേർക്കുക, ഓയിൽ അവസാനിച്ചാൽ എന്നി ചേർക്കുക. ഇത് കൃത്യമായ നിയമമല്ല, റഫായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് വീണ്ടും ടെൻസിലേക്ക് പോകാം. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ്. അപ്പോൾ V3 പറഞ്ഞപ്പോഴാണ് നമ്മൾ റെഗുലർ വെർബിലേക്കും ഇറഗുലർ വെർബിലേക്കും ഒക്കെ പോയത്. ഇനി ഇതിൻ്റെ ടൈം വേർഡ്സ് നോക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ടൈം വേർഡ് എന്ന് പറയുന്നതാണ് ജസ്റ്റ്, യെറ്റ്, ഓൾറെഡി, സോ ഫാർ. ഏതൊക്കെയാ? ജസ്റ്റ്, യെറ്റ്, ഓൾറെഡി, സോ ഫാർ. ദീസ് ആർ ദ ടൈം വേർഡ്സ് ഓഫ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. She complete the work already. She complete the work already. Look at the sentence. നിങ്ങൾ ഈ സെൻറ്റൻസിലേക്ക് നോക്കിക്കേ. ഇതിനകത്ത് ഏതെങ്കിലും ടൈം വേർഡ് തന്നിട്ടുണ്ടോ? യെസ്, ഉണ്ട്. ഏതാ? ഓൾറെഡി. ഓൾറെഡി എന്നത് ഇതിലെ ടൈം വേർഡാണ്. നിങ്ങൾ പഠിച്ചതാണ്. ഈ ഓൾറെഡി ഏത് ടെൻസിലാണ് വരിക? പ്രസൻറ്റ് പെർഫെക്റ്റിലാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ വാട്ട് ഈസ് എ ഫോം ഓഫ് വെർബ്? ഹാസ് ഓർ ഹാവ് പ്ലസ് V3.
എപ്പോഴാണ് ഹാസ് ഉപയോഗിക്കുക? വിത്ത് സിംഗുലർ നമ്പർ. ഇവിടെ നോക്കിയ സബ്ജക്റ്റ് ഷീ, ദാറ്റ് ഈസ് സിംഗുലർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഷീ. ദെൻ സിംഗുലർ ആയതുകൊണ്ട് ഹാസ്. നോക്കുക, കംപ്ലീറ്റ്. ഈസ് ഇറ്റ് റെഗുലർ ഓർ ഇറഗുലർ? വാട്ട് ഈസ് റെഗുലർ? ഡിയോ ഇഡിയോ ചേർക്കുക. ഈ കംപ്ലീറ്റിനോട് ചേർത്ത് നോക്കിക്കേ, ഡി ചേർക്കുക. കംപ്ലീറ്റ് എന്താകും? യെസ്, കംപ്ലീറ്റഡ്. ദാറ്റ് ഈസ് റെഗുലർ വെർബ്. അപ്പം ഷീ ഹാസ് കംപ്ലീറ്റഡ് ദ വർക്ക് ഓൾറെഡി. ഇപ്പം എന്തായി നോക്കി? ഷീ കംപ്ലീറ്റ് ദ വർക്ക് ഓൾറെഡി എന്നുള്ളത് കറക്റ്റ് ചെയ്തപ്പോൾ ഷീ ഹാസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വന്നത്? ഓൾറെഡി എന്ന ടൈം പീരീഡ് പ്രസൻറ്റ് പെർഫെക്റ്റിൽ വരുന്നതാണ്. അതിൻ്റെ ഫോം ഓഫ് വെർബാണ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. ഷീ സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ചേർത്തു. അപ്പോൾ ഷീ ഹാസ് കംപ്ലീറ്റഡ് ദ വർക്ക് ഓൾറെഡി. അനദർ എക്സാമ്പിൾ. He keep his promise so far. He keep his promise so far. Which is the time period? Yes, so far. So far എന്നുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റിൽ വരുന്നതാണ്. സബ്ജക്റ്റ് ഏതാ? ഹിയർ. വെർബ് നോക്കിയ കീപ്പ്. ഈസ് ഇറ്റ് റെഗുലർ ഓർ ഇറഗുലർ? കീപ്പ് റെഗുലർ ആണ്, ഇറഗുലർ ആണ്? നോ, ദാറ്റ് ഈസ് ഇറഗുലർ. ഇറഗുലർ ആകുമ്പോഴോ V1, V2, V3 ആർ ഡിഫറൻറ്റ്. ഇപ്പം കീപ്പിൻ്റെ V2 ഏതാ? കീപ്പ്ഡ് അല്ല, കെപ്റ്റാണ്. കീപ്പ്, കെപ്റ്റ്, കെപ്റ്റാണ്. അപ്പം എന്തായിട്ട് വരും? ഹി ഹാസ് കെപ്റ്റ് his promise so far. He has kept his promise so far. ഇതുവരെയും അവൻ വാക്ക് പാലിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ആൻ ആക്ഷൻ ഈസ് കംപ്ലീറ്റഡ് ഓർ നോട്ട് കംപ്ലീറ്റഡ്. ഒരു പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ട് അല്ലെങ്കിൽ പൂർത്തിയായിട്ടില്ല എന്ന് കാണിക്കുന്നതാണ് ഏത്? പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫോം ഓഫ് വെർബാണ് നമ്മൾ പറഞ്ഞു ഹാസ് ഓർ ഹാവ് പ്ലസ് V3. അത് ടൈം വേർഡാണ് ജസ്റ്റ്, യെറ്റ്, ഓൾറെഡി ആൻഡ് സോ ഫാർ. നമുക്കിനി പ്രസൻറ്റിൽ ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. അതേതാ? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിൻ്റെ പേര് പോലെ തന്നെയാണ്, പെർഫെക്റ്റ് ആണ്, അതേപോലെ കണ്ടിന്യൂസ് ആണ്. എപ്പോഴത് ഉപയോഗിക്കുക? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ആർക്ക് പറയാം? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ started in the past and continuing in the present. എന്താ അതിൻ്റെ അർത്ഥം? ആ ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂയിങ് ഇൻ ദ പ്രസൻറ്റ് എന്ന് പറഞ്ഞാലോ, ഒരാക്ഷൻ, ഒരു പ്രവൃത്തി സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ്, ഭൂതകാലത്തിൽ ആരംഭിച്ച് കണ്ടിന്യൂയിങ് ഇൻ ദ പ്രസൻറ്റ്, വർത്തമാനകാലത്തിലും തുടരുന്നു എന്ന് കാണിക്കുന്നതാണ് പ്രസൻറ്റ്
perfect continuous tense. An action started in the past and continuing in the present. നമുക്കിതിൻ്റെ ഫോം ഓഫ് വെർബ് നോക്കാം. has or have plus been plus ing പാർട്ടിസിപ്പിൾ ആണ് ഇതിൻ്റെ ഫോം ഓഫ് വെർബ്. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing. നമ്മൾ നേരത്തെ പഠിച്ചു. ഹാസ് ഈസ് വിത്ത് സിംഗുലർ, ഹാവ് വിത്ത് ഐ ആൻഡ് ഫ്ലൂറൽ, ദെൻ ബീൻ പ്ലസ് ing വരുമ്പോൾ പാസ്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും. ഇതിൻ്റെ ടൈം വേർഡ് ഉണ്ട്. ദാറ്റ് ഈസ് സിൻസ് ഓർ ഫോർ. സിൻസ് ഓർ ഫോർ ഈ ടൈം വേർഡ് നമ്മളെവിടെ ഉപയോഗിക്കുക? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് ഉപയോഗിക്കുക. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സിൻസ്? എന്താ സിൻസ് എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ നമ്മളതിന് മുതൽ എന്ന് പറയും. മുതൽ എന്ന് പറഞ്ഞാൽ പണമല്ല, ആക്ച്വലി സ്റ്റാർട്ട് ടൈമാണ്, പ്രവൃത്തി ആരംഭിക്കുന്ന സമയം, ദ ബിഗിനിങ് ടൈം പറയാറില്ലേ? സിൻസ് 9 o'clock, സിൻസ് 8 o'clock, സിൻസ് മൺഡേ. അങ്ങനെ സിൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ബിഗിനിങ് ടൈമാണ്. ഫോർ എന്ന് പറയുന്നതോ ടോട്ടൽ പീരീഡ് ഓഫ് ആക്ഷനാണ്. നമ്മൾ പറയും 2 മണിക്കൂറായിട്ട്, അല്ലെങ്കിൽ 2 ദിവസമായിട്ട്, 2 വർഷമായിട്ട് എന്ന് പറയും. ഫോർ 2 years, ഫോർ ഹാഫ് ആൻ അവർ. ഇങ്ങനെ സിൻസ് അല്ലെങ്കിൽ ഫോർ, ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ടൈം വേർഡ്സ് എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ എക്സാമ്പിൾ കൂടി നോക്കാം. ഫോർ എക്സാമ്പിൾ, she live here since 2001. 2001 മുതൽ she live here, അവരിവിടെ താമസിക്കുകയാണെന്ന് പറഞ്ഞ അർത്ഥം എന്താ? ലിവ് എന്ന് പറയുന്ന ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ 2001, 2001 ആരംഭിച്ചു. ആൻഡ് ഷീ ഈസ് സ്റ്റിൽ ലിവിങ് ഹിയർ, ഇപ്പോഴും ഇവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞു ആൻ ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂയിങ് ഇൻ ദ പ്രസൻറ്റ്. ഭൂതകാലത്തിൽ ആരംഭിച്ച് വർത്തമാനകാലത്തിലും തുടരുന്നതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷീ, ദാറ്റ് ഈസ് സിംഗുലർ, സോ വി ക്യാൻ യൂസ് ഹാസ് പ്ലസ് അതെ ബീൻ, ദെൻ ലിവ് പ്ലസ് ing. ഷീ ഹാസ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 2001. ഹാസ് ബീൻ ലിവിങ്. വേറെ നോക്കാം. നിങ്ങൾക്ക് എത്ര വർഷം ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ട്? 3ാം ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഇപ്പോഴും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? വി ലേൺ ഇംഗ്ലീഷ് സിൻസ് ദ 3rd standard. പറഞ്ഞാൽ സിൻസ് ദ 3rd standard, 3ാം ക്ലാസ് മുതൽ വി ലേൺ ഇംഗ്ലീഷ്. യു ആർ സ്റ്റിൽ ലേണിംഗ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അതെങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്ത് പറയുക? വി ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് സിൻസ് the third standard. ഇപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം ഓഫ് വെർബ് എന്ന് പറയുന്നത് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing. അതിൻ്റെ ടൈം വേർഡാണ് സിൻസ് ഫോർ. അപ്പോൾ നമ്മൾ ഇതുവരെ
പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പ്രസൻറ്റ് സിമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, അതുപോലെ ഇപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഭൂതകാലത്തെക്കുറിച്ച്, പാസ്റ്റ് ടെൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. തൽക്കാലം ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായി വീട്ടിൽ പോയി വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. താങ്ക് യു.